മോട്ടറോളയുടെ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ്. ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന റെഡ്മിയുടെ ഫോണാണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസും റെഡ്മി നോട്ട് 9 പ്രോ മാക്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളിലും IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലായിരിക്കും ലഭിക്കുക. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലും റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലുമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത് പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ്. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏത് ഡിസ്പ്ലേ ആണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഏത് പ്രൊട്ടക്ഷൻ ആണെന്നുള്ള കാര്യം കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. എന്നാൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡി ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബാക്ക് ബോഡി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രീമിയം ലുക്കുള്ള ഫോണായിട്ട് ഫീൽ ചെയ്യുക റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആയിരിക്കും. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 210 ഗ്രാമാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 209 ഗ്രാമാണ്. അപ്പം വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ തിക്നെസ് വരുന്നത് 9.6 mm ആണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ തിക്നെസ് വരുന്നത് 8.8 mm ആണ്. അപ്പോൾ തിക്നെസ് കുറഞ്ഞ ഫോൺ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആയിരിക്കും. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറുമായിട്ടാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറാണ് ലഭിക്കുന്നത്. രണ്ടും നല്ല പ്രോസസ്സർ തന്നെയാണ്. രണ്ടും ഏകദേശം അടുത്തു വരുന്ന ഒരു പെർഫോമൻസ് വരുന്ന പ്രോസസ്സറുകളാണ്. എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള CPU പെർഫോമൻസ് നമുക്ക് സ്നാപ്ഡ്രാഗൺ 720Gയിലായിരിക്കും ലഭിക്കുക. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള GPU പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 730Gയിലായിരിക്കും വരിക. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ഒരു വിന്നറെ പിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ആകെ ഒരു വെർഷനേ വരുന്നുള്ളൂ. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ 3 വെർഷൻസ് വരുന്നുണ്ട്. 6GB റാമും 64GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് LPDDR4Xൻ്റെ റാമുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ ഇന്ത്യയുടെ നാവിക് എന്നുള്ള നാവിഗേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നാവിഗേഷൻ നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ ലഭിക്കും. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ ഇൻഫ്രാറെഡ് എന്നുള്ള ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതും മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ വരുന്നില്ല. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ കോമ്പസ് സെൻസർ കൊടുത്തിട്ടില്ല. എന്നാലും നാവിഗേഷന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും വൈഫൈ കോളിംഗ് എന്നുള്ള ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ വൈഫൈ കോളിംഗ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഇത് ചിലപ്പം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി റെഡിയാകും. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ വരുന്നില്ല. പക്ഷേ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ മോട്ടറോളയുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. LED നോട്ടിഫിക്കേഷൻ ലൈറ്റിന് പകരം ഈ ഒരു ഫീച്ചർ മതിയായിരിക്കും. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ്. ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അതുകൊണ്ട് തന്നെ അധികം ബ്ലോട്ട്വെയറും അതുപോലെ തന്നെ പരസ്യങ്ങളൊന്നും ഈ ഫോണിൽ വരില്ല. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 11 സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 64 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്.
രണ്ട് ഫോണുകളിലും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ ഞാൻ മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലാണ് ലഭിക്കുന്നത്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിലെ ഇമേജസ് കുറച്ചും കൂടി വൈബ്രൻ്റ് ആണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഷാർപ്നെസ്സും നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലാണ് ലഭിക്കുന്നത്. പിന്നെ ക്ലോസപ്പ് ഷോട്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ തന്നെയാണ് വരുന്നത്. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എഡ്ജ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. പിന്നെ വൈഡ് ആംഗിൾ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിലാണ്. ലോ ലൈറ്റ് കണ്ടീഷൻസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലാണ് ലഭിക്കുന്നത്. എന്നാൽ നൈറ്റ് മോഡ് ഓൺ ആക്കുമ്പോൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഫോൺ എന്നോട് സെലക്ട് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് ആയിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമായിട്ടാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ചും നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലാണ് ലഭിക്കുന്നത്. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സാണ് ലഭിക്കുന്നത്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഇമേജസ് കുറച്ചും കൂടി വൈബ്രൻ്റ് ആണ്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് ആയിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് 5000 mAh ബാറ്ററിയുമായിട്ടാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് 5020 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടാണ് രണ്ട് ഫോണുകളും വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആയിരിക്കും. പിന്നെ സാർ വാല്യൂയെ പറ്റി പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.52ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 1.43ഉമാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.88ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 0.47ഉമാണ്. പിന്നെ ഈ ഫോണുകളുടെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ആകെ ഒരു വെർഷനേ വരുന്നുള്ളൂ. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ. ഇതിൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 18,499 രൂപയാണ്. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ 6GB റാം 64GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ 8GB റാമിൻ്റെ ഒരു വെർഷനും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോപ്പപ്പ് സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 128GB ഇന്റേണൽ വെർഷന് വില കുറച്ച് കുറവാണ്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡി ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നാവിക്കിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇൻഫ്രാറെഡ് എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് ആയിരിക്കും സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.